ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്. ഇത് നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ. എടുക്കാൻ വന്നിരിക്കുന്നത് ഇന്ന് എന്താണെന്നറിയോ? പുതിയ ടോപ്പിക് എന്താണെന്നറിയോ? ഇന്നത്തെ ടോപ്പിക് അപ്രീസിയേഷൻ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലേ? അപ്രീസിയേഷൻ. സാർ, നമ്മളിങ്ങനെ കാണാത്തൊരു പോയത്തിന് എങ്ങനെ അപ്രീസിയേഷൻ ചെയ്താ? കണ്ട പോയത്തിന്റെ സമ്മറി എഴുതി വെച്ചാൽ മതി അല്ലേ? കാണാത്ത പോയത്തിന്റെ സമ്മറി ഇങ്ങനെ നമുക്കിപ്പോ ഇന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാം? നോ വഴി. No worry, don't worry, be with me because I'm here. Hey dear, don't fear because I'm here. ഞാൻ ഇവിടെ അല്ലേ. കാണാത്ത ഒരു പോയാണെങ്കിലും ശരി, കണ്ട പോയാണെങ്കിലും ശരി, ഇതുപോലെ എഴുതി വെക്കുക കേട്ടോ. നോക്കിക്കൊണ്ട് നിങ്ങൾ, ഡാഷ് ഇസ് എ മീനിങ് ആൻഡ് വണ്ടർഫുൾ പോയം. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ നെയിം ഓഫ് ദി പോയം അല്ലേ? നെയിം ഓഫ് ദി പോയം ഇവിടെ കൊടുക്കണം. നെയിം ഓഫ് ദി പോം ഇവിടെ കൊടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ആ പോയത്തിന്റെ പേര് കേട്ടോ. മീനിങ്ഫുൾ ആൻഡ് വണ്ടർഫുൾ പോയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. മീനിങ്ഫുൾ അല്ലാത്തത് നമുക്ക് തരുമോ? ഇല്ല. റിട്ടൺ ബൈ, എഴുതിയുള്ള ദ ഫേമസ് പോയറ്റ്. ആ പോയറ്റിന്റെ നെയിം കൂടെ ഉണ്ടാവും. പോയറ്റ്സ് നെയിം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് എഴുതി വെക്കുക. ഹി ഹാസ് ബാഗ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്സ് കേട്ടോ. അദ്ദേഹത്തിന്റെ വർക്കുകൾക്ക് അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. കാര്യം, അവാർഡ് നേടാത്ത ഒരു മനുഷ്യന്റെ ഒരു കവിത നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. ഡാം ഷുവർ. നിങ്ങളെ നാട്ടിലെ ഷുക്കൂർ മുജീബ് എഴുതിയത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് തരുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ കുറിച്ച് പറയിടാവണം കേട്ടോ. സോ in this poem, ഈ കവിതയിൽ the poet has used many thoughts, ഒരുപാട് ചിന്തകൾ ഉപയോഗിച്ചിട്ടുണ്ട്. and inspiring lines, പ്രചോദനം നൽകുന്ന വരികളും. സോ അതുകൊണ്ട് we can't shut our eyes, നമുക്ക് നമ്മുടെ കണ്ണടക്കാൻ പറ്റൂല against the good nature of this poem. ഈ കവിതന്റെ നന്മക്കെതിരെ നമുക്ക് കണ്ണടക്കാൻ പറ്റൂല എന്ന്. അത്രയും നന്മയുള്ള ഒരു മനോഹരമായ കവിതയാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കുന്തം കിട്ടാഞ്ഞിട്ടാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ അറിയാം കേട്ടോ, അറിയുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഇനി എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതാണ്ട് എഴുതി വെക്കാം. മാത്രമല്ല, ദ ലാംഗ്വേജ് ഓഫ് ദ പോയം, ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഈസ്, ഈ ഐ വലിയ അക്ഷരമല്ല കേട്ടോ, സ്മോൾ ആണ്, ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടോൺ. ഇത് അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞാണ്. മോർ ഓവർ ഇറ്റ് ഹാസ് മെനി ലൈൻസ്, അതിന് ഒരുപാട് വരികളുണ്ട്. 4 വരി കവിത തരില്ലല്ലോ, ഒരുപാട് വരികൾ ഉണ്ടാവും. വെൻ വി റീഡ്, നമ്മൾ വായിക്കുമ്പോൾ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. നമ്മൾ വായിക്കുമ്പോൾ ഈ കവിത എന്താണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവാഞ്ഞിട്ടാണോ? അല്ല. മനസ്സിലായിട്ടാണോ? അല്ല. പിന്നെ ഇത് എന്ത് വന്നാലും എഴുതി വെക്കാൻ പറ്റും. അതാണ് ഈ ഒരു അപ്രിസിയേഷന്റെ പ്രത്യേകത. നോക്കിക്കോളൂ. in this poem, ഈ കവിതയിൽ the poet tells us, നമ്മുടെ കവി പറഞ്ഞു തരുന്നു the importance of dash അല്ലെ? ഇമ്പോർട്ടൻസ് ഓഫ് എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞെടുക്കുക ഇല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെ എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കവിത വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഒരു സംഗതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് കാര്യം പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് കാര്യം. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്കില്ലേ? അതിൽ ഡെത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് കാര്യം ഒരു പക്ഷേ. മനസ്സിലായോ മക്കളെ? അല്ലേ? അടുത്തത്, ഇൻ ദിസ് ഫസ്റ്റ് സ്റ്റാൻസ, ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഹി ടെൽസ് ദാറ്റ്, ആ ഫസ്റ്റ് സ്റ്റാൻസ് ഉണ്ടാവില്ല ഈ കാണുന്നേ, അതിൽ അദ്ദേഹം എന്ത് പറയുന്നു അതങ്ങനെ എഴുതി വെക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി നോക്കിയിട്ട് എഴുതി വെക്കുക. ഇനി ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ ലൈൻ ഉണ്ടാവില്ല, അതിന് ചെറിയൊരു ആശയം നിങ്ങൾക്ക് കിട്ടില്ല, അത് എഴുതി വെക്കുക. തീരെ അറിയില്ലെങ്കിൽ ആ ലൈൻ തന്നെ നീട്ടി പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ കേട്ടോ. ശ്രദ്ധിക്കുക. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഹി ടെൽസ് ദാറ്റ്, ഇവിടെ പെണ്ണാണെങ്കിൽ ഷീനാക്കേണ്ടി വരും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പെണ്ണാണെങ്കിൽ ഷീനാക്കണ്ടേ? ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിക്കണില്ലേ? നമുക്ക് ആ ഒരു ലോജിക്ക് ഉണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്ത് പറയുന്നു? ആ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞ് ഇവിടെ എഴുതി വെക്കുക. റെഡി അല്ലേ? മാത്രം ഇനി തേർഡ് സ്റ്റാൻസ് ഉണ്ടെങ്കിൽ അതും എഴുതിക്കോളൂ. അപ്പൊ കുറച്ചിരി വലുതാവും സാധനം. കാര്യം എന്താ അറിയോ? ഇത് 8 മാർക്കിനാണ് ഈ സാധനം വരുന്നത്. 8 മാർക്കിന്. മനസ്സിലായോ നിങ്ങൾക്ക്? നെക്സ്റ്റ്, ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോയം. ആ ഒരു കവിതയ്ക്ക് റൈമിംഗ് സ്കീം ഉണ്ടാവും നോക്കുക. ഒന്നില്ലെങ്കിൽ ABCD ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള റൈമിംഗ് സ്കീം ആണെങ്കിൽ ABCD ഉണ്ടാവും കേട്ടോ. ആ റൈമിംഗ് സ്കീം എഴുതിക്കുക. റൈമിംഗ് വേർഡ്സ് ആർ അല്ലെ? കാറ് ടാറ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവില്ലേ? ആ റൈമിംഗ് വേർഡ്സ് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വെക്കുക അല്ലെ? അതിലുണ്ടാവും. ആ ഒരു കവിതയിലുണ്ടാവും, അത് എഴുതി വെക്കുക. അതില്ലെങ്കിലോ റൈമിംഗ് വേർഡ്സ് ആർ ഇല്ലെന്ന് എഴുതി വെച്ചാലും മതി. ഇല്ല എന്നുള്ള കോലത്തിൽ കേട്ടോ. We can see some poetic devices in this poem. ഈ കവിതയിൽ നമുക്ക് കുറച്ച് poetic devices കാണാൻ പറ്റും. such as alliteration. നോക്കൂ നിങ്ങൾ, റെഡ് റോസ് എന്നൊക്കെ പറയില്ലേ? റെഡ് റോസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്തില്ല, അതിനാണ് alliteration എന്ന് പറയാ. alliteration അല്ലേ? അസോനൻസ് എന്താണ് പറയാ? നമ്മൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയർ cheer. അപ്പൊ എന്ന് റിപ്പീറ്റ് ചെയ്യണില്ലേ? ഇവിടെ വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് അസോനൻസ്. കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് അലിട്രേഷൻ. എങ്ങനെ സാറ് പഠിക്കുക? ഈ N എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ അതിന് അലിട്രേഷൻ. എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്. വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ എന്താണ്
പറ. അസനൻസ് ഒരു പ്രത്യേകത ഉണ്ട്. അലിട്രേഷൻ തുടക്കത്തിൽ വരണം, ആ വേർഡിന്റെ തുടക്കത്തിൽ വരണം. കണ്ട റെഡ് റോസ് എന്നാ അസനൻസ് വരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നിർബന്ധമില്ല. അപ്പൊ ആക്ടർ ആക്സ് അങ്ങനെ വരണമെന്നില്ല. മിഡിലിൽ വന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്തത് മെറ്റഫർ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഷീ ഈസ് ആൻ ഏഞ്ചൽ, ഉള്ളൊരു മലാഖയാണ്, തള്ളി മറിക്കുക, അവളങ്ങോട്ട് സുഖിപ്പിക്കുക, അതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയാം. എന്നാൽ ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവളൊരു മലാഖയെ പോലെയാന്ന് പറയില്ലേ. ലൈക്കോ ആസോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം മക്കളെ, സിമിലി എന്ന് പറയാ. മനസ്സിലായിക്കണോ നിങ്ങൾക്ക്? ദാറ്റ്സ് വാട്ട് വി കോൾ പറ സിമിലി. റെഡി. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ അറിയില്ലേടാ. ഗിവിങ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു നോൺ ഹ്യൂമൻ ബീയിങ്. അതായത് മനുഷ്യനല്ലാത്തൊരു സാധനത്തിന് മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കുക. നമ്മൾ പറയില്ലേ നാച്ചർ എന്ത് ചെയ്യാണ്, നാച്ചറിന് നമ്മൾ എന്ത് ചെയ്യാണ് പറ, ഷീ കീപ്സ് ഹർ ബ്യൂട്ടി. ഇവിടെ ഹെർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് പറ, പ്രകൃതി ആണെങ്കിൽ പ്രകൃതിനെ പെണ്ണായിട്ടല്ലേ നമ്മളിവിടെ കൺസിഡർ ചെയ്ത്. അപ്പൊ പ്രകൃതി ഒരു മനുഷ്യനാണോ? അല്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തില്ലേ, അപ്പൊ അങ്ങനെ കൊടുത്താൽ അതിന് പറയുന്ന പേരാണ് പറ പേഴ്സോണിഫിക്കേഷൻ. ആ ക്വസ്റ്റ്യൻ ആ ഇതിലുണ്ടെങ്കിൽ അത് നിർത്തി എഴുതുക കേട്ടോ. ദെൻ അടുത്തെന്താണ്, വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം. അതെല്ലാം ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പോയിന്റ് വയസ്സ് അറിയുന്നതിനൊക്കെ കയറ്റി കൊടുക്കാം കേട്ടോ. അടുത്തത്, ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്. ഈ കവിതയിൽ ഒരുപാട് ഇമേജുകൾ കൊണ്ട് സമ്പന്നമാണ്. ലൈക്ക് വിഷ്വൽ ഇമേജ് ഉണ്ടാവില്ലേ, അപ്പൊ കാണാൻ പറ്റുന്ന കുറെ സാധനം ഇത് എടുത്ത് എഴുതുക. ദെൻ ഓഡിറ്ററി ഇമേജ്, കേൾക്കാൻ പറ്റുന്ന 1000 ബ്ലെൻഡഡ് നോട്ട്സ് ഒക്കെ പറയണില്ലേ, ആയിരക്കണക്കിന് ശബ്ദങ്ങളൊക്കെ പറയില്ലേ, അതിനെ കേൾക്കാൻ പറ്റുന്ന എഴുതിയേക്കുക. അടുത്തതോ, ഇൻ ഷോർട്ട് ലാസ്റ്റ് പാരഗ്രാഫ് ചുരുക്കി പറയുകയാണെങ്കിൽ വി ക്യാൻ സിംപിളി സേ ദാറ്റ്, നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പറ്റും ദ പോയം ഈസ് റിയലി വണ്ടർഫുൾ. കവിത ഒരു രക്ഷയില്ല, അൽപ്പൊളി കവിതയാണ്. ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, എഴുതി വെച്ചുള്ള രീതി, എക്സ്പ്രസ്ഡ് ബൈ ദ പോയിറ്റ്, കവി എഴുതി വെച്ച ഒരു രീതി ഉണ്ടാവില്ലേ, ഇസ് അമേസിങ്, ഒരു രക്ഷയില്ല. കവി തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാൻ എഴുതിയതാണോ എന്ന്. അജാതി തള്ളിമറിക്കലാണ് നമ്മൾ തള്ളിമറിച്ചിട്ടുള്ളത്. മാത്രമല്ല അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് എ മസ്റ്റ് റീഡ് പോയം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കേണ്ട ഒരു കവിതയാണ്. ഏത് കവിത? ഈ കവിതന്റെ ചെങ്ങൈമാരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്രീസിയേഷൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജ് അത്യാവശ്യത്തിലേറെ കവറായി ഉണ്ടാവും. അപ്പം നമുക്ക് എത്ര മാർക്ക് കിട്ടും? 8 മാർക്ക് കിട്ടും. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സ്വന്തം ഷാഫി സർ. ബൈ.